ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മൈക്ക് ഞാൻ മേടിച്ചു കേട്ടോ. കാരണം പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോസിനൊക്കെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കുറവാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു മൈക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആക്ച്വലി ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് ഇത് എന്ത് ചെയ്ത വർക്ക് ചെയ്യാനുണ്ടായില്ല. അതാണ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ സൗണ്ട് വന്നില്ല. അപ്പോൾ എനിക്കിതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളൊരു പിടുത്തമുണ്ടായില്ല കേട്ടോ. ഞാനിത് സ്വിച്ച് ഓൺ ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ പിന്നീടും അത് സൗണ്ട് ശരിയാവുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മുടെ കുഞ്ഞവാവ എന്തൊക്കെയോ കണ്ടിട്ട് അതിന്റെ അടുത്തിരുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ്ങിൽ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഈവനിങ്ങിൽ എന്റെ പണി കുറച്ചു നേരത്തേക്ക് നമ്മുടെ കുഞ്ഞുവാവയുടെ പപ്പ വന്നു കഴിയുമ്പോൾ കുഞ്ഞുവാവനെ പപ്പ എടുക്കും. അത് കഴിയുമ്പോൾ കുറച്ച് സമയം കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലികളാട്ടോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് സ്ഥലം ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാത്റൂമിന്റെ അടുത്തുള്ള വാഷ് ഏരിയയിലാണ്. അപ്പൊ അവിടെ ചവിട്ടിയൊക്കെ കഴുകി പുറത്തിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പം അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചേക്കാന്ന് കരുതി ഞാൻ തുടക്കണ കോലെടുത്തോണ്ട് വന്ന് കഴുകുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വീണ്ടും ഞാൻ തുടയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പൊ തുടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളമൊക്കെ പകർത്തി വെക്കുകയാണ്. അതായത് അത് കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ പകർത്തി വെക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ വെള്ളത്തിനൊക്കെ ക്ഷാമമാണല്ലോ. കാരണം ഇനി അങ്ങോട്ട് വേനലാവാൻ പോവുക. ചിലപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉള്ള കിണറുകളിലൊക്കെ വെള്ളം കുറയും. അപ്പൊ നമുക്ക് ഇതുവരെ നമുക്കതൊരു കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം കുറയുമായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ വറ്റേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അത് ഞാൻ ഇതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കുറെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഡെയിലി മോട്ടർ അടിച്ചൊന്നും നനയ്ക്കുന്നില്ല. അപ്പൊ പകരം ഞാൻ ഇതുപോലെ അലക്കുമ്പോൾ ഉള്ള വെള്ളവും ഇതുപോലെ തുടയ്ക്കുമ്പോൾ പാത്രം കഴുകുമ്പോൾ ഉള്ള വെള്ളമൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പോലെ ചെറിയ ചെറിയ ബക്കറ്റുകളായിട്ട് ഒഴിച്ചു വെക്കുകയും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിക്കുന്നത് കണ്ടോ. അപ്പൊ ഞാൻ ഒരു ബക്കറ്റിലെ വെള്ളം അതുപോലെ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ അബിക്കുട്ടി വരുന്നുണ്ട്. അബിക്കുട്ടി പിന്നെ അതിനകത്ത് കിടന്നുണ്ട് നല്ല പണിയൊക്കെ കണ്ടിട്ടോ. കണ്ടോ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആളുടെ വീഡിയോസ് ഒക്കെ. ഞാനപ്പോ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായതാണ്. ഞാൻ ആ വെള്ളം ചെടിക്ക് ഒഴിക്കാൻ പോയേക്കുവായിരുന്നു. കണ്ടോ, ആളുടെ കുറെ കുസൃതിത്തരങ്ങളാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് എങ്ങനെ ക്ലാരിറ്റിയോടുകൂടി വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പൊ രക്ഷയില്ല, വീഡിയോ എടുക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുഞ്ഞുവാവയുടെ പപ്പയുടെ കയ്യിലായതുകൊണ്ടാണ് ഞാനിപ്പം എങ്ങനെയെങ്കിലും വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് കണ്ടോ. അപ്പൊ ഞാൻ ആഴയിലുള്ള തുണികളൊക്കെ ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. ഓരോ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പിന്നെയും ഞാൻ കുറെ സാധനങ്ങളൊക്കെ ഞാൻ ഈ വെയിലത്ത് ഉണക്കാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അഴയിൽ കിടക്കുന്ന കുറച്ച് തുണികളൊക്കെ ഞാൻ ഓരോന്ന് സെക്ഷൻ തിരിച്ചാണ് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഫുഡ് റാപ്പ് ചെയ്യുന്ന ടവൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ജാതിക്കയുടെ കുരു അവിടെ വീട്ടിലിരുന്നിട്ട് ചീത്തയാവാൻ തുടങ്ങിയ പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ അത് കഴുകി ഞാൻ ഉണക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ബക്കറ്റുകളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മൺചട്ടിയൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചേക്കുമായിരുന്നു രാവിലെ. സിപ്ലോക്ക് കവറുകളൊക്കെ ഞാനൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചത്. പക്ഷെ സിപ്ലോക്ക് കവർ എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഞാനത് അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട് പറന്നു പോകാതിരിക്കാനൊക്കെ. അപ്പൊ നാളെ ഒന്നും കൂടി ഇനി എടുത്തിട്ട് ചിലപ്പോൾ ഉണക്കേണ്ടി വരും. അപ്പൊ കുപ്പികളൊക്കെ കഴുകിയിട്ട് ഈ എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചു വെക്കുന്ന ചില്ലുകുപ്പികളുണ്ട്, അതൊക്കെ കഴുകി ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി വെക്കും കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞാവയുടെ തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴുകിയിട്ട തുണികളൊക്കെ വീണ്ടും ഞാൻ പെറുക്കിയെടുക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് ഉണങ്ങാത്തതൊക്കെ ഉണ്ട്. അപ്പൊ ഉണങ്ങാത്തത് സെപ്പറേറ്റ് നമ്മൾ മുകളിൽ അഴയിൽ കൊണ്ടുപോയിടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കഴുകി എടുത്തത് ഒക്കെ ഞാൻ കൊണ്ടുപോയി അകത്തേക്ക് വെക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ വീഡിയോയിൽ കുറച്ച് ഡിലേ വന്നാലും അത് അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി വെക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും ഉണക്കാൻ വെച്ചിരുന്നതാണ് കാണിക്കുന്നത്. ഏകദേശം നമുക്ക് സന്ധ്യാകാറായി. അപ്പൊ കണ്ടോ, ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ഇതുപോലെ ബുഷ് ചീപ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകും. ഇത് ഞാൻ പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഞാൻ അമ്മയായിട്ടല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇപ്പൊ തലയിരണ ചീപ്പുകളൊക്കെ ഉണ്ടല്ലോ. കുട്ടികളുടെ തലയിലൊക്കെ പെയിൻ ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ, നമ്മൾ സ്കൂളിൽ വിടുന്നതുകൊണ്ട് തന്നെ. അപ്പൊ ഇവർക്ക് ആദ്യം ഒന്നും അങ്ങനെ തലയിൽ പെയിനൊന്നും ഉണ്ടായില്ലേ. പിന്നെ നമ്മൾ ഇതുപോലെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷമാണ് പിന്നെ വേറെ സ്കൂളിലേക്കൊക്കെ മാറ്റിയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഇവരുടെ തലയിലൊക്കെ പെയിൻ വരാൻ തുടങ്ങിയത്. പിന്നെ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ പെറുക്കിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പൊ രാവിലെ ഞാൻ ഇതൊക്കെ സോപ്പിട്ട് കഴുകിയായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. കുഞ്ഞാവയ്ക്ക് വയ്യായിരുന്നുകൊണ്ട് കുഞ്ഞാവ കിടന്ന് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല.
അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ 4:30 എഴുന്നേറ്റു. കുഞ്ഞാവയും പപ്പയും ഒക്കെ 4:30 എഴുന്നേറ്റായിരുന്നു. കുഞ്ഞാവിനെ അത് കഴിഞ്ഞ് പിന്നീട് കിടത്തി ഉറക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. എനിക്ക് വർക്ക് ഏരിയ ഒക്കെ നല്ല ക്ലീനിങ് ഉണ്ടായിരുന്നു. സ്റ്റാൻഡൊക്കെ നമുക്ക് നന്നായിട്ട് തുടയ്ക്കണമല്ലോ. പൊടിയൊക്കെ എന്തായാലും എങ്ങനെ പോയാലും പൊടിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് കണ്ട ഞാൻ കുപ്പിയൊക്കെ എടുത്ത് കഴുകി വെച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴുകി ഇങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആക്ച്വലി ഞാൻ അങ്ങനത്തെ തന്നെയായിരുന്നു എൻ്റെ സ്വഭാവം. പക്ഷെ നമുക്ക് ഇതിനെല്ലാത്തിനും സമയം കിട്ടത്തില്ലല്ലോ. അറിയാലോ, നമ്മൾ ഒന്നില്ലെങ്കിലും ഡെയിലി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു 5 ദിവസം നമ്മൾ ജോലി ചെയ്യുമ്പോൾ 6-ാം ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ശരിക്കും നമ്മൾ അവശതയാവും, നമ്മൾ വയ്യാണ്ടാവും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ലേ. പിന്നെ നമുക്ക് കുഞ്ഞുവാവയും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഉറക്കമൊന്നും ശരിയാവത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മുടെ വേപ്പിന് നമ്മൾ അടിക്കുന്ന മരുന്നുണ്ടല്ലോ, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കഞ്ഞോളം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞോളം, പിന്നെ നമ്മൾ ഇന്ന് ചോറ് തിളപ്പിച്ചു വിട്ടുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കുന്നു. അപ്പൊ അതൊക്കെ ഒഴിച്ചു വെച്ചപ്പം അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കണ്ടോ. പിന്നെയും വീണ്ടും വെള്ളം ഉള്ളത് ഞാൻ സ്റ്റോക്ക് ഉള്ളത് ഒഴിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ വേപ്പും തൈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒന്നും ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ വേപ്പും തൈക്ക് പിന്നെയും കേട് പിടിച്ചായിരുന്നു. ഇത് വേപ്പിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഒട്ടുമിക്ക തൈകൾക്കൊക്കെ മുളകും തൈക്കൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈസ്റ്റ് ഏകദേശം ആ വെള്ളത്തിന് ഒരു കണക്കിന് ഞാൻ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. എൻ്റെ കൈക്ക് ഒരു അളവിനാണ്, ഏകദേശം 1 ടീസ്പൂൺ എന്നൊക്കെ പറയാം, ഒഴിക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഏകദേശം ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒഴിച്ചു വെക്കുക. അപ്പൊ ഞാനിത് കട്ടി ഏകദേശം കുറുകി വരും ഈ കഞ്ഞിവെള്ളം. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. കട്ടി കുറഞ്ഞ വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്യും, കട്ടി കൂടി കുറുകി നിൽക്കുന്ന കഞ്ഞിവെള്ളം ആണെങ്കിലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പൊ മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പൊ അതും ഓരോ ടീസ്പൂൺ വീതം ഞാൻ 2 ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കഞ്ഞോളമൊക്കെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അപ്പൊ ഏകദേശം അതിന്റെ ആ ഒരു ഗുണം മൊത്തം എല്ലാത്തിലും ഒരേപോലെ ആയിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞൾപ്പൊടി ഈസ്റ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇളക്കി വെക്കോട്ടെ. നമ്മൾ കൈകൊണ്ട് ഇളക്കി വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ സഹിക്കാൻ നമുക്ക് പറ്റൂന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലികളൊക്കെ ചെയ്താൽ മതി. ഇതിന്റെ ഈ സ്മെല്ലൊക്കെ ഒന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും പിടിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചാണാനും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ അവിടെ ഇവിടെ ഏതെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ ചാണാനൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ചെടികൾക്ക് ഒഴിക്കും. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റും എല്ലാം ചെയ്യുന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്ന ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞള് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്നല്ലോ. അപ്പൊ ആ റെഡിയാക്കി വെച്ച മഞ്ഞളിന്റെ നല്ല മഞ്ഞൾ എന്ന് പറയില്ലേ, നമ്മള് മഞ്ഞള് വിത്തിനായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് ഞാൻ എന്താ ചെയ്യണേന്ന് കാണിച്ചു തരാം. അപ്പൊ മമ്മി പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഉണങ്ങിയ നമ്മുടെ വാഴയിലയില്ലേ, അതിൽ ഓൾറെഡി ഞാൻ കുറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ അത് മാറ്റി അതിൽ നിന്ന് നല്ല വിത്തുകളൊക്കെ പെറുക്കി വെക്കുക കേട്ടോ. അത് പെറുക്കി അതിൽ നിന്ന് എടുത്ത് ആ വിത്തുകൾ ബാലൻസ് ഉള്ളതും കൂടി പെറുക്കി അതിനകത്തേക്ക് ആ വാഴയിലേക്ക് വെച്ചിട്ട്, പിന്നെ നമ്മുടെ ഈ കയ്യിലുള്ള നമ്മൾ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വലിയ നമ്മുടെ മഞ്ഞളിന്റെ വിത്തുകൾ ഉണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് ഞാൻ മൂടി വെക്കാൻ പോവാം. അപ്പൊ മമ്മി പറഞ്ഞത് അത് തണുപ്പ് കൊണ്ട് താനെ അതിന് മുള പൊട്ടി വന്നോളും പതുക്കെ. അപ്പൊ ഏകദേശം മഴ സമയമൊക്കെ ആകുമ്പോഴേക്കും അത് നട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. മഴ സമയമായപ്പോഴാണ് അതൊക്കെ വീണ്ടും നട്ടത്. അപ്പൊ അത് ഞാൻ അവിടെ മൂടി വെച്ചിട്ടോ. അപ്പൊ ഇനി അടുത്ത ജോലിക്ക് വേണ്ടി ഇപ്പൊ കയറി പോവാണ്. അടുത്ത ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ കുറച്ച് ഉലുവയുടെ വെള്ളം, അതായത് ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് എടുത്തിട്ടൊന്ന് തലയിൽ പുരട്ടാന്ന് കരുതി. ഇതിനൊന്നും എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ല. ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ സമയം കിട്ടത്തില്ല. എല്ലാരും ചോദിക്കും എന്താണ് സമയം കിട്ടാത്ത, ഒരുപാട് ജോലികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ജോലികൾ ഉണ്ടാവുമല്ലോ. പിന്നെ കുഞ്ഞിനെ നോക്കണം. പിന്നെ ഇവർക്ക് എപ്പോഴും വയ്യായികയൊക്കെ വരുന്നത് കൊണ്ടേ നമ്മള് വയ്യായിക വരുംതോറും പിന്നെ കൂടുതലും നമ്മള് ഉറക്കമൊക്കെ കുറവായിരിക്കും. പിന്നെ നമുക്കാണെങ്കിൽ പോലും രാത്രി ഉറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല, രാവിലെയും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ഷീണിച്ചു അവശതയാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും എസ്പെഷ്യലി നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവും. അപ്പൊ എന്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈസ്ട്രജൻ ഹോർമോണിന്റെ ആ നമ്മൾ നന്നായി കൂടും പ്രഗ്നന്റ് ആവുമ്പോൾ. അപ്പൊ ആ കൂടിയത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് കുറഞ്ഞു പോകുമ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ.
അപ്പൊ അത് ഓബിയസ്ലി അത് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ 4 കുട്ടികളെ പ്രസവിച്ചു. അപ്പം 4 കുട്ടികളെ പ്രസവിച്ച് കഴിയുമ്പം ഏകദേശം എൻ്റെ തലയിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം എപ്പോഴും നന്നായിട്ട് മുടി കൊഴിയുമായിരുന്നു. പിന്നെ ഓൾറെഡി എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശം, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് മുടിയൊക്കെ നന്നായി പോകും. എപ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചേച്ച് ഞാൻ വീണ്ടും എൻ്റെ സിറ്റ് ഔട്ടിൽ നമ്മുടെ വീടിന്റെ മുൻവശത്ത് നമ്മൾ നട്ടേക്കുന്ന ചെടികളൊക്കെ നനയ്ക്കാൻ വരാം കേട്ടോ. ഇപ്പൊ നല്ല മഞ്ഞുകാലമാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നല്ല വെയിൽ വരാൻ തുടങ്ങി, നല്ല ചൂടാണ്. ചെടികളൊക്കെ കരിഞ്ഞു പോലെന്ന് കരുതിക്കൊണ്ട് ഡെയിലി നമ്മൾ നനയ്ക്കണം. നനച്ചില്ലെങ്കിൽ നാളത്തെ വെയിലും കൂടി ആകുമ്പോഴേക്കും ഏകദേശം ഇതിൻ്റെയൊക്കെ വാടിയ പരിവാവും. പിന്നെ എല്ലാവരും പറയും ചെടികൾ നട്ടുച്ചയ്ക്ക് നനയ്ക്കരുത്, വൈകുന്നേരം നനയ്ക്കരുത് എന്നൊക്കെ പറയും. അതായത് വൈകുന്നേരം നമ്മൾ ഏകദേശം വെയിൽ ആറി കഴിഞ്ഞിട്ട് നനയ്ക്കാവൂ എന്ന് പറയണം. നട്ടുച്ചയ്ക്ക് വെയിലുള്ള സമയത്ത് നനയ്ക്കരുതെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ ഇതുപോലെ വൈകുന്നേരം നനയ്ക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലൊക്കെ ആണെങ്കിൽ, അപ്പോൾ അവർക്കാണെങ്കിലും നനയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ കൊച്ചിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ വരുമ്പോഴായിരിക്കും ചെടികളൊക്കെ വാടിയിരിക്കുന്നത് കാണുന്നത്. ഞാൻ വാടിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ വേഗം ചെന്ന് നനയ്ക്കും. എത്ര നട്ടപ്പുറ വെയിലത്താണെങ്കിലും ഞാൻ ഇത്തിരി വെള്ളം എന്തായാലും അതുങ്ങൾക്ക് കൊടുക്കും. നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ കുറച്ച് ദാഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ദാഹിച്ച് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അതേപോലെ തന്നെ ചെടികളും ആഗ്രഹിക്കും. അല്ലാണ്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന എനിക്ക് തോന്നണില്ല. ഒരുപാട് അത് പിന്നെ നമ്മളൊന്ന് കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ വാടിയതൊന്ന് ഉഷാറായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മുട്ട അടിച്ചു വെച്ച എൻ്റെ അടീനിയം ചെടിയാട്ടോ കാണുന്നത്. നല്ല റെഡ് കളർ ഫ്ലവർ ഉള്ളതാണ്. പക്ഷെ അത് കാര്യമായിട്ട് ഇപ്പൊ കുറെ നാളുകളായിട്ട് പൂക്കുന്നുണ്ടായില്ല. അപ്പൊ ഇത് നശിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നശിച്ചു പോയിട്ട് ഞാൻ വീണ്ടും ജീവൻ വെപ്പിച്ചെടുത്തതാണ്. എൻ്റെ കയ്യിൽ ആകെ ഒരു അടീനിയം തൈയുള്ളൂ. അപ്പൊ അതിന് ഏകദേശം ഞാൻ വെള്ളമൊക്കെ ഉണ്ടോന്ന് നോക്കിയതാ. ഞാൻ മുട്ടയടിച്ച് വെച്ചിരിക്കുന്നതാണ് എൻ്റെ അടീനിയം തൈ. അപ്പൊ അത് കിളിർത്ത് വന്നുള്ളൂ. അത് കഴിഞ്ഞതേ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെടി നനയ്ക്കാൻ പോവാട്ടോ. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നട്ടു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ സപ്പോട്ട എന്ന് പറഞ്ഞ ഇതില്ലേ, സപ്പോട്ട ലിച്ചിയോ അങ്ങനെ എന്തോ ഒരു കായുണ്ട്, നമ്മുടെ ഈ ബ്രൗൺ കളറിലുള്ളത്. അതും പിന്നെ 2 പേരയും റോസൊക്കെയാണ് കേട്ടോ നട്ടു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈ തണലും കിട്ടും. പിന്നെ ഈ പൊടി നല്ലോണം ഉണ്ടല്ലോ റോഡ് സൈഡ് ആയതുകൊണ്ട്, അപ്പൊ പൊടിയും കുറയുമല്ലോ എന്ന് കരുതിയിട്ടാണ് നനച്ചു കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് നന നിൽക്കണം, കാരണം ഈ സൈഡിലൊക്കെ നല്ല പോലെ വെയിലും നല്ല ചൂടും വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നനയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ മുറ്റമൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഏകദേശം ഒരു 1 ഇയർ, കറക്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പോ ഇതിനൊക്കെ വൃത്തിയാക്കാനായിട്ടൊന്നും സമയം കിട്ടത്തില്ലല്ലോ. ഇത് മുറ്റത്തൊക്കെ നിറച്ച് പുല്ല് പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളിങ്ങനെ കട്ടയൊക്കെ നിരത്തിയത്. പിന്നെ മൊത്തത്തിൽ കട്ട നിരത്തി മണ്ണിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴാത്ത രീതിയിൽ ഒക്കെ ചെയ്യാനായിട്ടൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല. എനിക്ക് കുറച്ച് ഇതുപോലെ പച്ചപ്പും പിന്നെ ചെടിയും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ കുറേ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കുമായിരുന്നു. കുറെ പൂക്കളൊക്കെ, ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഈ ചെടികളൊക്കെ നനച്ച് ഞാൻ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. വെറുതെ ഇരിക്കില്ല. എത്ര ടയേർഡ് ആയാലും മാക്സിമം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒട്ടുമിക്ക ആളുകളും ഇതിനോടൊക്കെ താല്പര്യം വളരെ കുറവാണ്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ, 2 കുട്ടി ഉണ്ടെങ്കിൽ തന്നെ അയ്യോ ഇവിടെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി വിടുവാണ്. നമ്മള് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിച്ചാൽ മതി. എന്തായാലും മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളും കൂടി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ പാത്രങ്ങളും കൂടി കഴുകി വെക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് ജോലികൾ ഇങ്ങനെ കണ്ടിന്യൂസ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുവാവയും അഭിചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. ബാക്കി 2 പേരും അവർ കരാട്ടെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് അവരതിന് പോയേക്കുമായിരുന്നു. അപ്പൊ അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ, പിന്നെ മാത്രമല്ല നമ്മൾ തലയിൽ ഉലുവ വെള്ളമൊക്കെ തേച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതും കൂടി ആ ജോലിയും കൂടി ചെയ്ത് വെച്ചിട്ട് പോവാന്ന് കരുതിയിട്ട്.
അപ്പൊ നമ്മളിത് സാധാരണ നമ്മുടെ ലൈഫാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്നും എക്സാഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും അല്ല. ഞാൻ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് വീഡിയോ പിടിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണക്കാരുടെ ലൈഫ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ദേ നമ്മുടെ കുഞ്ഞുവാവുകളൊക്കെ അകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ വീട് എപ്പോഴും അങ്ങനെ വൃത്തിയായി കിടക്കുന്നൊന്നുമില്ല. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ അവർ തന്നുകൊണ്ടിരിക്കും. കടലാസുകൾ ഇടും, പിന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വരച്ചു വെക്കും, ചിലപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിരത്തി വെക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്കൊക്കെ പാത്രങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് അവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് വരേണ്ടി വരും. അപ്പൊ ദേ ഞാനിപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കൂടുതൽ ലെങ്ത് ആയി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഒക്കെ വളരെ വളരെ ചെറിയ ഷോർട്ടായിരുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ സാധാരണ ഒരു ഫാമിലിയുടെ ലൈഫ് എങ്ങനെയാണ്, 4 കുട്ടികളും കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ കുട്ടികളെ വളർത്തുന്നത് അത്ര ഈസി ഉള്ള ജോലിയൊന്നും അല്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും എല്ലാവർക്കും ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോഴാണല്ലോ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ജീവിതത്തിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കും എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ള ജീവിതത്തിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ ദേ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനൊരു കാർപ്പറ്റ് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഇടുന്നത്. അപ്പൊ അത് എടുക്കാൻ പോയതാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ അബിക്കുട്ടി നമ്മുടെ ഫോണിൽ കളിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കി നീക്കി വെക്കും. അപ്പൊ അത് ഞാൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നത് എന്താണെന്നറിയാം, അത് എന്റെ ഇഷ്ടമാണ്, എനിക്ക് എവിടെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ഞാൻ തുടച്ച ഭാഗത്ത് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാർപ്പറ്റ് വിരിക്കും കേട്ടോ. അപ്പൊ അത് അവിടുത്തെ ഉള്ള നമ്മുടെ ചെറിയ ചവിട്ടി ഉണ്ടല്ലോ, ഈ വാട്ടർ പ്രൂഫ് പോലത്തെ ഒരു ചവിട്ടിയായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ടിട്ട് ഈ ചവിട്ടി അത് വെച്ചിട്ട് അതിന്റെ മീതിയിലേക്ക് കണ്ടത് വിരിക്കണം. വീണ്ടും ആള് ഫോണിൽ കളിച്ചു. അതുകൊണ്ട് ആംഗിളൊക്കെ മാറി കിടക്കാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ വീഡിയോ പിടിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും ചിലപ്പം ഇതൊന്നും റെക്കോർഡായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പൊ ദേ ഏകദേശം നമ്മുടെ ഈവനിങ് വ്ലോഗ് ഏകദേശം ഇവിടെ തീരാണ്. അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ലൈക്ക് ബട്ടൺ അമർത്താൻ ആരും പിന്നിലോട്ട് ആവരുത്. നമ്മുടെ ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും. അടുത്ത ദിവസം നമ്മൾ വേപ്പിന്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.